ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഡേറ്റ്സ് കൊണ്ട് വളരെ രുചികരമായൊരു ഹൽവയാണ് കേട്ടോ. അപ്പോൾ ഈ ഹൽവ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ കുറച്ച് ഡേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഡേറ്റ്സ് ഞാൻ കഴുകിയിട്ടാണ് കേട്ടോ എടുത്തത്. അതുപോലെ തന്നെ ഞാൻ ഈ ഡേറ്റ്സ് വെള്ളത്തിൽ കുതിരാനൊന്നും വെക്കുന്നില്ല, ഡയറക്റ്റ് മിക്സിയിലിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിത് വെള്ളത്തിൽ കുതിരാൻ വെക്കാത്തത്. നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഹാർഡായിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ ഒന്ന് ചൂടുവെള്ളത്തിൽ കുറച്ച് സമയം ഒന്ന് സോക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ സീഡൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റിയിട്ടുണ്ട്. നമുക്കിത് കുറച്ചായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരക്കുന്നതിനൊപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടാണ് ഇത് ഒന്ന് അരച്ചെടുക്കുന്നത്. ഈ ഹൽവയിൽ ഞാൻ ഫുഡ് കളറോ അതുപോലെ തന്നെ ഷുഗറോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. ഈ ഹൽവയുടെ കളർ എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റ്സിൻ്റെ ആ കളർ തന്നെയാണ്, ബ്രൗൺ കളർ. അതുപോലെ തന്നെ നല്ല മധുരമുള്ള ഡേറ്റ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പഞ്ചസാരയുടെ ആവശ്യം ഒട്ടുമില്ല കേട്ടോ. അതില്ലാണ്ട് തന്നെ നല്ല ഹൽവ നല്ല മധുരമായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ബൗളിൽ ഒരു 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ഇട്ട് വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ കുറച്ച് നട്ട്സും കൂടി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ബദാമാണ് കേട്ടോ എടുത്തത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഹൽവ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ട്രേയിൽ ഞാനിവിടെ കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് എള്ളും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഓപ്ഷനിലാണ്, ഈ നട്ട്സും എള്ളൊക്കെ. അതില്ലെങ്കിൽ നമുക്ക് നല്ല ഹൽവ സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഹൽവ തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് അരച്ച ഡേറ്റ്സ് ഇവിടെ ചേർത്ത് കൊടുക്കാം. ഡേറ്റ്സ് നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിറണം കേട്ടോ. നമ്മൾ ചക്കയൊക്കെ വരട്ടിയെടുക്കുമല്ലോ, അതുപോലെ തന്നെ ഇത് നെയ്യിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഹൽവക്ക് കിട്ടുന്നത്. നമുക്കിതിന് പകരം വെളിച്ചെണ്ണ യൂസ് ചെയ്യാം, പക്ഷേ നെയ്യാണ് കൂടുതൽ ബെറ്റർ. ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നട്ട്സ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കോൺഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടത് കൈവിടാണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കോൺഫ്ലവർ ഇട്ടതിന് ശേഷം പെട്ടെന്ന് കട്ട പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഹൽവയുടെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ടോട്ടൽ 4 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഹൽവ കുറച്ച് സമയത്ത് ചെയ്യേണ്ട ഒന്നാണ് കേട്ടോ. അപ്പോൾ അതോടെ ഇത് ഇങ്ങനെ കൈവിടാണ്ട് ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ചെറു തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടും. ഹൽവയ്ക്ക് ഇതാ കുറച്ചുകൂടി നല്ലൊരു ബ്രൗൺ കളർ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ പാനിൽ നിന്ന് ഒരു വെള്ളം പൊട്ടുന്ന പോലെ ഒരു സൗണ്ട് കേൾക്കും. ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വെക്കാം. ഇനി ഹൽവ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാ ഭാഗത്തും ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഇതിപ്പോൾ നല്ല ചൂടാണല്ലോ, ഒന്ന് ചൂടാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഇതാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതാ ഹൽവ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്, ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഓരോരോ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ആദ്യം കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.